ഈ അടുത്തിങ്ങനെ സ്കൂളിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നു. ഉമ്മയോട് ഉമ്മാന്റെ നേരെ കത്തി ചൂണ്ടി മകൻ. ഉമ്മ അവന്റെ മൊബൈല് ഗെയിം കളിക്കാൻ കൊടുത്ത മൊബൈൽ ഉമ്മ തിരിച്ചു വാങ്ങി വെച്ചതിന് 10ാം ക്ലാസ്സുകാരൻ ഉമ്മയുടെ നേരെ കത്തി ചൂണ്ടി. ഉമ്മയെ ഡോറിട്ട് പൂട്ടി വീട്ടിന്ന് പുറത്തിറങ്ങിപ്പോയി. കൂട്ടുകാരെ കൂടെ പകലന്തിയോളം ജീവിതത്തെ തള്ളി നീക്കുന്നവൻ. ഞാൻ വെറുതെ ചോദിച്ചു, മോനെ, നിന്റെ കൂട്ടുകാർ നിനക്ക് ചെയ്ത ഉപകാരങ്ങളൊന്നും എണ്ണടാ. അവൻ ചായ വാങ്ങിത്തരും, കൂടെ എപ്പോഴും ഉണ്ടാവും, കട്ടക്ക് കൂടെ നിൽക്കും. ഒരു 3 എണ്ണം കഴിഞ്ഞപ്പോ അവന്റെ മറുപടികളൊക്കെ തീർന്നു. ഇനി ഉമ്മ ചെയ്ത ത്യാഗത്തിന്റെ വേദന ഒന്ന് പറ. നമ്മൾ എത്ര എണ്ണും, നമ്മൾ എത്ര കണക്ക് കൂട്ടും? ആ ഉമ്മ 10 കൊല്ലമായി വിവാഹം കഴിഞ്ഞു, ഭർത്താവ് മരണപ്പെട്ടു. പിന്നീട് ആ ഉമ്മ വേറെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. ഞാനെങ്ങാനും വിവാഹം കഴിച്ചാൽ ആ ഭർത്താവ് എങ്ങാനും എന്റെ മോനെ പൊന്നുപോലെ നോക്കാതിരിക്കുമോ എന്ന ഭയത്താൽ മകനു വേണ്ടി ജീവിച്ച ഉമ്മ. നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടും വേദനകളും യാതനകളൊന്നും പുതിയ മക്കൾ അറിയുന്നില്ല എന്ന സത്യം. ഒരു സെന്റിമെന്റും ഇല്ലാത്ത മക്കൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ബാപ്പ ഉമ്മ എന്ന വികാരങ്ങളെ അവരലട്ടുന്നില്ല. ജീവിതത്തിൽ മുൻപ് നേരെ സൂചിപ്പിച്ചപ്പോൾ ലിബറലിസം കടന്നുകൂടിയതിന്റെ പശ്ചാത്തലങ്ങളും അതിന്റെ ഭവിഷ്യത്തുകളുമെല്ലാം വളരെ വലിയ തോതിൽ മക്കളിൽ വലിഞ്ഞു കയറിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ തിരിച്ചപ്പുറത്തുനിന്നൊരു മറുപടി ഇപ്പൊ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാതാകുന്ന ഒരവസ്ഥയെ കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ജീവിതത്തിൽ ഇന്ന് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാരാന്ന് ചോദിച്ചാൽ മാതാപിതാക്കളും. അവനാന്റെ നല്ല കാലത്ത് ഉമ്മാനി ഉപ്പാനി നല്ല മര്യാദയ്ക്ക് നോക്കാൻ പറ്റാതെ പിന്നീട് അവനെ നല്ല കാലം വന്നപ്പോഴേക്കും ബാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയ മനുഷ്യരാണ്. അവർക്ക് അവരെ പണം കൊണ്ട് പകരാകൂല. അവരെ മക്കള് സന്തോഷം തരുന്നുണ്ടാവും, പക്ഷെ മക്കളെ കൊണ്ട് ബാപ്പാക്കും ഉമ്മാക്കും പകരാവൂല. ചങ്ങാതിമാരെ കൊണ്ട് പകരാവൂല. AC ഇട്ട വണ്ടി പകരാകൂല. പൈസയും കാറും പകരാവൂല. എന്തേന്റെ ഉത്തരം? എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ഞാനൊരു കാര്യം പറഞ്ഞാലേ മനസ്സിലാകുകയുള്ളൂ എങ്കിൽ എന്റെ മുഖത്തുനിന്ന് എന്റെ പ്രശ്നം വായിച്ചെടുക്കാൻ ദുനിയാവിലാകെ പറ്റുന്ന ആൾക്കാർ ഉമ്മയും ബാപ്പയായിരുന്നു. ഇങ്ങനെ ക്ഷീണിച്ചു വരുമ്പോ എന്തോ ഒരു തളർച്ച എന്റെ കുട്ടിക്കുണ്ടല്ലോ, എന്റെ കുട്ടി പോയി കിടന്നോ എന്ന് വായിച്ചെടുക്കാൻ ഉമ്മാക്ക് പറ്റും. പുറമേക്കെന്നെ പുഞ്ചിരിക്കുമ്പോൾ എവിടെ ഒരു ചീത്ത കിട്ടിയ സങ്കടം എന്റെ മകന്റെ ഉള്ളിലുണ്ടല്ലോ എന്ന് ഉമ്മാക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ആ 2 ആളുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ അത് കൂടെയുള്ള സമയം ഒന്ന് ചേർത്തു പിടിക്കാൻ നമ്മൾക്ക് പറ്റണം. ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കാൻ പറ്റണം. ജീവിതത്തിലെ നഷ്ടപ്പെട്ട നമസ്കാരങ്ങളൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ വീണ്ടും തുടങ്ങാം. കൊടുക്കാതെ പോയ സക്കാത്തുകളൊക്കെ വീണ്ടും കൊടുത്തീർക്കാം. പക്ഷെ ഉമ്മയോടും ബാപ്പയോടും നാം നിർവഹിക്കേണ്ട കടമകളും കടപ്പാടുകളും ജീവിതത്തിൽ നമ്മൾക്കെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഉള്ളുനീറി പുകയുകയല്ലാതെ ജീവിതത്തിൽ ആ നൊമ്പരങ്ങളുടെ ഭാരമേറി നടക്കുക എന്നല്ലാതെ മറ്റു പരിഹാരങ്ങളൊന്നുമില്ല.